ഇന്ന് വയനാട്ടിലേക്ക് ഒരു ചെറിയൊരു ട്രിപ്പാണ്. ചെറിയ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പോകാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ആദ്യം തന്നെ ഡീസൽ അടിക്കാൻ വേണ്ടി കയറി. പിന്നെ ഈ യാത്രേന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴി മൊത്തം നല്ല അത്യാവശ്യം പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. അങ്ങനെ വയനാട് എത്താനായപ്പോ നമ്മളെ വൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, ഫുഡിന്റെ കാര്യത്തിലൊക്കെ അവിടെ അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല പേര് കേട്ട ഒരു റെസ്റ്റോറന്റ് ആണ്. എല്ലാരും വെള്ളപ്പവും കടലക്കറിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഒരു ടെൻഡർ കോക്കനട്ട് ഷേക്കും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ചുരം എത്തി. ചുരമാണെങ്കിൽ അറിയാലോ, അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊന്നും അല്ല, ഇവിടെ പോണവർക്ക് അറിയാം ഇതൊരു ഹെവൻലി ലൈക്ക് പ്ലേസ് ആണെന്നുള്ളത്. വൺ ഓഫ് ദി മേജർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റേഞ്ച് ആയ കാരണം തന്നെ അവിടുത്തെ ക്ലൈമറ്റും അതേപോലെ തന്നെ അവിടുത്തെ ഒരു ഗ്രീനിഷ് ലാൻഡ്സ്കേപ്പ് ആണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്രയായിരുന്നു കേട്ടോ മൊത്തം. കാരണം വയനാട് വരെയായിരുന്നു. ഈവൻ ഇവിടുത്തെ രജിസ്ട്രേഷന് പോയപ്പോൾ അവിടുത്തെ പ്ലേസ്, അതായത് രജിസ്ട്രേഷൻ നിൽക്കുന്ന ബിൽഡിംഗ് പോലും ഒരു മനോഹരമായ സ്ഥലത്തായിരുന്നു കേട്ടോ. പിന്നെ ചുരത്തില് അറിയാലോ, ചില സ്ഥലത്ത് അത്യാവശ്യം നല്ല തിരക്കാണ്. അങ്ങനെ മലകളും കുന്നുകളും മാത്രമല്ല കേട്ടോ, പോണ വഴിക്ക് നമ്മൾ പിന്നെ ഇത് നോക്കൂ, ഇങ്ങനെയൊക്കെയാണ് ഉരുൾപൊട്ടലിന്റെ സാധ്യതകളൊക്കെ വരുന്നത്. അങ്ങനെ അവിടെ എത്തി. വെള്ളിയാഴ്ച ആയതിനാൽ ആദ്യം തന്നെ പള്ളിയിൽ പോയി. നിസ്കാരം കഴിഞ്ഞപ്പോൾ പിന്നെ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി. ഇത് രജിസ്ട്രേഷൻ ഓഫീസിന്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ 1980 ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് സിനിമാ നടൻ അബു സലീം ഖാന്റെ റെസ്റ്റോറന്റ് ആണ് കേട്ടോ. അവിടെ കുറെ സ്പൈസസും വിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചുള്ള എല്ലാ ഫിലിം സ്റ്റാറിന്റെ ഫോട്ടോസും ഉണ്ട് കേട്ടോ, മമ്മൂക്കം ലാലേട്ടനൊക്കെ അടക്കം. ഇവിടെ വന്നപ്പോ കണ്ടത് കുറെ ബാംഗ്ലൂരിൽ നിന്നുള്ള ടീം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. മമ്മ നെയ്ച്ചോറ് വിത്ത് ഫിഷ് ഫ്രൈ ആയിരുന്നു ഓർഡർ ചെയ്തത്. ഞാൻ ബീഫ് പാൽ പൊറോട്ട ആയിരുന്നു. ഷെബു ബിരിയാണി ഓർഡർ ചെയ്തത്. ബിരിയാണി അത്ര അടിപൊളിയായില്ല, പക്ഷെ പാൽ പൊറോട്ട ബീഫും നല്ല സൂപ്പർ ആയിരുന്നു. ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ചെയ്ത സ്ഥലത്തേക്ക് കാണാൻ പോയി. അവിടെ പോയപ്പോ വാഴക്കൃഷി കൊണ്ടൊരു കളിയായിരുന്നു. അപ്പൊ അതൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. വാഴക്കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാടുണ്ട് കേട്ടോ. അത് നല്ല രസത്തിലാണ് ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. എത്തുമ്പോ രാത്രിയായി. സോ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ബിൻ.